വാസിഷ്ഠസുധ, യോഗവാസിഷ്ഠസാരം, ഉപശമപ്രകരണം, 10-ാം സർഗം, പേജ് 275. ആകാശഗത്യഭാവാദി നിരൂപണം. ഓഡിയോ ബുക്ക് തുടരുന്നു. ാം പദ്യം. തസ്മാത് പ്രാണപരിസ്പന്ദൈർവാസനാചോദനൈസ്തഥാ നോചേത് സംവിദമുച്ഛൂനാം കരോതി തദജോ ഭവാൻ. ചിത്തത്തിൻ്റെ വിത്തുകൾ പ്രാണസ്പന്ദന വാസനകളാണെന്നുള്ളതുകൊണ്ട് ചിത്തം രൂപക്കൊള്ളത്തക്ക വിധം പ്രാണചലനം കൊണ്ടും വാസനാ പ്രേരണ കൊണ്ടും ബോധത്തെ ചിത്താകാരമാക്കി മുളപ്പിക്കുന്നില്ലെന്ന് വന്നാൽ അതോടെ ഭവാൻ ജനിക്കാത്ത സത്യമായി സ്ഥിതി ചെയ്യും. തദജോ ഭവാൻ. സത്യം കയ്യിലെ നെല്ലിക്ക പോലെ കാട്ടിത്തരുന്ന അത്യന്തം സ്പഷ്ടമായ ഒരു കാരണകാര്യ പരമ്പരയാണ് നമ്മുടെ മുൻപിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വിചാരശീലമുള്ള ഏതൊരു ബുദ്ധിക്കും പരീക്ഷിച്ച് ബോധ്യപ്പെടാവുന്നതേയുള്ളൂ. സർവഗതമായ ബോധം. വിചാരശീലമുള്ള ഏതൊരു ബുദ്ധിക്കും പരീക്ഷിച്ച് ബോധ്യപ്പെടാവുന്നതേയുള്ളൂ സർവഗതമായ ബോധം. അതിൽ ഒരുമിച്ച് ആവിർഭവിക്കുന്ന പ്രാണസ്പന്ദന വാസനകൾ സർവഗതമായ ബോധം എന്നെങ്ങനെ അറിയാം? സർവത്ര സ്പന്ദിക്കുന്ന പ്രാണൻ തൻ്റെ പിന്നിൽ സർവഗതമായ ബോധമുണ്ടെന്ന് വിളിച്ചറിയിക്കുന്നതായി നേരത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ബോധമില്ലെങ്കിൽ പ്രാണൻ പിന്നെ എവിടെ നിന്ന് സ്പന്ദനം ആരംഭിക്കും? ശുദ്ധശൂന്യതയിൽ നിന്ന് ഒരു സ്പന്ദനവും ആരംഭിക്കാൻ പറ്റുകയില്ലെന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിഞ്ഞുകൂടെ? ഇനിയും ബോധത്തിന് പ്രാണസ്പന്ദനത്തെ ഒട്ടൊന്ന് നിരോധിക്കാൻ കഴിഞ്ഞാൽ തൻ്റെ സർവഗതത്വം സ്വയം തെളിച്ചറിയാനും കഴിയും. യുഗയുഗാന്തരങ്ങളായി പരീക്ഷിച്ച് ഉറപ്പിക്കപ്പെട്ടു പോരുന്നതല്ലേ ഈ വസ്തുത? ഓരോ പ്രാണസ്പന്ദനവും വാസനാമയമാണ്. അതുകൊണ്ടാണ് പ്രാണസ്പന്ദനവും വാസനയും ഒരുമിച്ചുണ്ടാകുന്നു എന്ന് പറഞ്ഞത്. എന്താണ് വാസന? സത്യം മറഞ്ഞു പോയിട്ട് പുതിയൊരു വസ്തു നിലവിലുണ്ട് എന്ന തോന്നലാണ് വാസന. ഈ വാസനാലക്ഷണം അടുത്തു തന്നെ വ്യക്തമാക്കപ്പെടാൻ പോകുന്നു. പ്രാണസ്പന്ദനവും വാസനയും ചേർന്ന് ചിത്തത്തെ ഉണ്ടാക്കുന്നു. ചിത്തം ശരീരത്തിന് ജന്മം നൽകുന്നു. ശരീരം പടർന്നു പന്തലിച്ച് നിൽക്കുന്ന സംസാരലതയ്ക്ക് കാരണമായി ഭവിക്കുന്നു. അപ്പോൾ ചിത്തത്തെ ഉപശമിപ്പിച്ച് പ്രാണസ്പന്ദന വാസനകളെ തടയാമെങ്കിൽ ആർക്കും സർവഗതമായ ബോധമായി അവശേഷിക്കാൻ കഴിയുമെന്ന് തീർച്ചയാണല്ലോ. അവിടെ മാത്രമേ ജനന മരണചക്രം തൻ്റെ തിരച്ചിൽ അവസാനിപ്പിക്കൂ. വസിഷ്ഠൻ തുടർന്നു, പ്രാണസ്പന്ദനത്തിൽ കൂടി ബോധത്തിൻ്റെ പെരുകി വരലാണ് ചിത്തം. ചിത്തമാണ് ഈ സംസാരത്തെ പെരുക്കി പടർത്തുന്നത്. ഛിന്ന ഭിന്നമായി ഉണ്ടായി മറയുന്ന ജനജീവിതത്തോട് കൂടിയ അനർത്ഥജാലത്തിന് രൂപം നൽകുന്നത് ചിത്തമാണ്. ചിത്തത്തെ ശമിപ്പിക്കാനാണ് യോഗിമാർ പ്രാണനെ നിരോധിക്കുന്നത്. പ്രാണായാമം കൊണ്ടും ധ്യാനം കൊണ്ടും യുക്തിയിൽ കണ്ടെത്തിയ മറ്റനേകം ഉപായങ്ങൾ കൊണ്ടും ചിത്തത്തിന് ശാന്തി പ്രദാനം ചെയ്യുന്നതും അങ്ങേയറ്റത്തെ സമനില കൈവരിക്കുന്നതും ബോധത്തിൻ്റെ സുന്ദരമായ സ്വസ്ഥിതി നേടിത്തരുന്നതുമായ ഉപായമാണ് പ്രാണസംരോധനം. അല്ലയോ രാമ, ഇനിയും ജ്ഞാനികൾ അംഗീകരിക്കുന്ന വ്യക്തമായ മറ്റൊരു മാർഗമുണ്ട്. വാസനയെ മുൻനിർത്തിയുള്ള ചിത്തശാന്തിയാണത്. അതെന്താണെന്ന് പറയാം, കേട്ടോളൂ. ആദ്യമായി വാസന എന്താണെന്ന് വിശദമാക്കാം. 23-ാം പദ്യം. ദൃഢഭാവനയാ ത്യക്തപൂർവാപരവിചാരണം യദാ ദാനം പദാർത്ഥസ്യ വാസനാ സാ പ്രകീർത്തിത. ദൃഢഭാവനയാ, ഇതിന്നത് തന്നെ എന്ന് നേരത്തെ അന്ധമായി സങ്കല്പിച്ചുറപ്പിക്കുന്നത് നിമിത്തം
ത്യക്തപൂർവാപര വിചാരണം, ആരംഭത്തെയോ അവസാനത്തെയോ കുറിച്ചുള്ള വിചാരം ഉപേക്ഷിച്ചിട്ട് പദാർത്ഥസ്യ ആദാനം യത്, ഒരു പദാർത്ഥത്തെ കണ്ണുമടച്ച് അംഗീകരിക്കുന്നതാണ് സാ വാസന പ്രകീർത്തിത, വാസന എന്ന് പറയപ്പെടുന്നത്. ഇതിന്നതു തന്നെ എന്ന് നേരത്തെ അന്ധമായി സങ്കൽപ്പിച്ച് ഉറപ്പിക്കുന്നത് നിമിത്തം ആരംഭത്തെയോ അവസാനത്തെയോ കുറിച്ചുള്ള വിചാരം ഉപേക്ഷിച്ചിട്ട് ഒരു പദാർത്ഥത്തെ കണ്ണുമടച്ച് അംഗീകരിക്കുന്നതാണ് വാസന എന്ന് പറയപ്പെടുന്നത്. വാസന സ പ്രകീർത്തിത. പ്രപഞ്ചത്തിൽ ഒരു രൂപത്തിൽ നാം ഒരു കാഴ്ച കാണുന്നു. അതിനൊരു പേരും നൽകിയിട്ടുണ്ട്. ആ രൂപവും പേരും ചിരകാലമായി മനസ്സിൽ ഭാവന ചെയ്ത് ഉറപ്പിച്ചിട്ടുമുണ്ട്. അക്കാരണത്താൽ മുൻപിൻ വിചാരം കൂടാതെ അതിനെ അങ്ങനെ തന്നെ അംഗീകരിക്കുന്നു. പദാർത്ഥങ്ങളെക്കുറിച്ചുള്ള മനസ്സിൻ്റെ ഈ അന്ധമായ അംഗീകാരമാണ് വാസന. ദൃഷ്ടാന്തമായി നാം ഒരു മണൽത്തരിയെ കാണുന്നു എന്ന് കരുതുക. മണൽത്തരിക്ക് ഒരു രൂപമുണ്ട്, മണൽത്തരി എന്ന പേരുമുണ്ട്. ചിരകാലമായി ഇതുറച്ചുപോയത് കൊണ്ട് നാം അതിനെ മണൽത്തരിയായി തന്നെ അംഗീകരിക്കുന്നു. ഇതാണ് വാസന. ഇവിടെ മണൽത്തരിയുടെ ആദ്യ രൂപം എന്തായിരുന്നു, അവസാന രൂപം എന്തായിരിക്കും എന്ന് ചിന്തിക്കുന്നതേയില്ല. ഈ വാസന നിമിത്തം മണൽ സത്യമെന്ന് കരുതാൻ ഇടവരുന്നു. അങ്ങനെ മനസ്സ് രാഗദ്വേഷ ഭാവനകൾക്ക് വശപ്പെട്ട് ദുഃഖിക്കാനും ഇടവരുന്നു. നേരെ മറിച്ച് മണൽത്തരിയുടെ ആദിയും അന്തവും എന്താണെന്ന് ചിന്തിക്കുന്നയാൾക്ക് അനന്തമായ ശക്തിസ്പന്ദനമാണെന്ന് തെളിയും. നേരെ മറിച്ച് മണൽത്തരിയുടെ ആദിയും അന്തവും എന്താണെന്ന് ചിന്തിക്കുന്നയാൾക്ക് അത് അനന്തമായ ശക്തിസ്പന്ദനമാണെന്ന് തെളിയും. വേദാന്ത ശാസ്ത്ര ദൃഷ്ടിയിൽ അത് അനന്തമായ ബോധസത്തയാണെന്ന് സ്പഷ്ടമായി തെളിയും. ഒരു യഥാർത്ഥ തത്വചിന്തകന് മണൽത്തരിയുടെ കാഴ്ച പോലും ആനന്ദബോധ അനുഭവമാണ്. ഇവിടെ വാസനയില്ല. ഇതാണ് സത്യദർശനം. ഈ സത്യദർശനം രാഗദ്വേഷങ്ങളെ ഒഴിച്ചുമാറ്റി ആനന്ദം പ്രദാനം ചെയ്യും. വാസന മൂലം ഉണ്ടാകുന്ന അസത്യദർശനത്തിൻ്റെ ആദ്യ മുളപ്പുകളാണ് രാഗദ്വേഷങ്ങൾ. അതുകൊണ്ട് അവയും വാസനയായി ഗണിക്കപ്പെടുന്നു. വസിഷ്ഠൻ തുടർന്നു, അപ്പോൾ മുൻപിൻ വിചാരം കൂടാതെ ഇങ്ങനെ ഉറപ്പിക്കുന്ന ഏതു ധാരണയും വാസനയാണ്. ഇത് ആവർത്തിച്ച് ദൃഢമായി ഉറപ്പിക്കുന്നതോടെ അതുമായി തന്മയീഭവിക്കുന്നു. ആ വ്യക്തി ഏറെക്കുറെ അതായി തന്നെ തീരുന്നു. മറ്റെല്ലാം മറന്ന ആ വ്യക്തി ആ ധാരണയിൽ അലിഞ്ഞു ചേരുന്നു. അങ്ങനെ വാസനയ്ക്കടിമപ്പെട്ട് അതായിത്തീരുന്ന വ്യക്തി അതിൽ കവിഞ്ഞൊരു സത്യസ്ഥിതി ഇല്ലെന്ന് ഭ്രമിച്ച് മോഹിക്കാൻ ഇടയാകുന്നു. ലോകത്തു കാണപ്പെടുന്ന ഒട്ടേറെ കോലാഹലങ്ങൾക്കു കാരണം അന്ധമായ ഈ വാസനാദാർഢ്യമാണ്. 234 പദ്യം. വാസനാ വേഗവൈവശ്യാത് സ്വരൂപം പ്രജഹാതി തത് ഭ്രാന്തം പശ്യതി ദുർദൃഷ്ടി സർവം മദവശാദിവ. വാസന വേഗത്തിനടിമപ്പെടുന്നതോടുകൂടി തൻ്റെയും ജഗത്തിൻ്റെയും ശാസ്ത്രീയമായ സ്വരൂപം എന്താണെന്ന കാര്യം പാടെ വിസ്മരിക്കപ്പെടുന്നു. മദ്യപിച്ച് മത്തനായ ഒരുവൻ എല്ലാം വിപരീതമായി കാണുന്നത് പോലെ വാസനാ വിവശൻ ഒരു ഭ്രാന്തനെപ്പോലെ എല്ലാം തൻ്റെ ദുഷിച്ച വാസനാദൃഷ്ടിയിൽ കൂടി കാണാൻ പ്രേരിതനായിത്തീരുന്നു. സത്യദൃഷ്ടി നഷ്ടപ്പെടുന്നത് നിമിത്തം അസത്യത്തെ സത്യമായി ഭ്രമിക്കുന്നു. രാമ, അസത്യത്തെ സത്യമെന്ന് സങ്കല്പിച്ച് രൂപം കൊള്ളുന്നത് തന്നെയാണ് ചിത്തം. 235 പദ്യം. ദൃഢാഭ്യാസം പദാർത്ഥൈക ഭാവനാദതി ചഞ്ചലം ചിത്തം സഞ്ജായത്തെ ജന്മജരാമരണ കാരണം. അന്ധമായ വാസനയിൽ കൂടി അംഗീകരിക്കപ്പെടുന്ന പദാർത്ഥത്തെ ഭാവന ചെയ്തുറപ്പിക്കുന്നത് നിമിത്തം ചിത്തം അതിചഞ്ചലമായി ഭവിക്കുന്നു. ഈ ചഞ്ചല ചിത്തമാണ് തുടർന്ന് ജരാമരണ ദുഃഖങ്ങൾക്കൊക്കെ കാരണമായി തീരുന്നത്. 236 പദ്യം. യദാ ന ഭാവ്യത്തെ കിഞ്ചിത് ധ്യേയോപാദേയ രൂപിയത് സ്ഥീയത്തെ സകലം ത്യക്ത്വാ തദാ ചിത്തം ന ജായത്തെ. തള്ളാനോ കൊള്ളാനോ എന്തെങ്കിലും ഉള്ളതായി ഭാവന ചെയ്യാതെ ചിത്തം എല്ലാം വിട്ട് സത്യത്തിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ ആ ചിത്തം പിന്നെ ജനിക്കാൻ ഇടവരുന്നില്ല. 237 പദ്യം.
അവസാനത്വാത് സതതം യദാനമനുതേ മനഃ അമനസ്ത തദോദേതി പരമോപശമപ്രദ. അവസാനത്വാത് മനഃ, വാസനയ്ക്ക് വശംവദമാകാതെ സത്യം ഗ്രഹിക്കുന്ന മനസ്സ്. അവാസനത്വാത് മനഃ, വാസനയ്ക്ക് വശംവദമാകാതെ സത്യം ഗ്രഹിക്കുന്ന മനസ്സ്. യഥാ സതതം ന മനുതേ, എപ്പോഴാണോ ഭൂതഭാവികളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഉപേക്ഷിച്ച് നിലകൊള്ളുന്നത്, തഥാ അപ്പോൾ പരമോപശമപ്രദ, പരമശാന്തി നൽകുന്ന, അമനസ്ത ഉദേതി, മനോരഹിത സ്ഥിതി വന്നു ചേരുന്നു. വാസനയ്ക്ക് വശംവദമാകാതെ സത്യം ഗ്രഹിക്കുന്ന മനസ്സ് എപ്പോഴാണോ ഭൂതഭാവികളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഉപേക്ഷിച്ച് നിലകൊള്ളുന്നത്, അപ്പോൾ പരമശാന്തി നൽകുന്ന മനോരഹിത സ്ഥിതി വന്നു ചേരുന്നു. അമനസ്ത തദോദേതി, മുൻ വിചാരം ചെയ്യാതെ പ്രപഞ്ച ദൃശ്യങ്ങളെ അംഗീകരിക്കുന്നതാണ് വാസന. വാസന മൂലം ജഗദൃശ്യങ്ങൾ സത്യമെന്നു കരുതാനിടവരുന്നു. രാഗദ്വേഷ സങ്കുലമായ ജീവിതം അവയുടെ പിന്നാലെ പരക്കം പായുന്നു. ഭൂതഭാവി സങ്കല്പങ്ങൾ മനസ്സിനെ അലട്ടാനും തുടങ്ങുന്നു. ഇവിടെയാണ് സംസാരബന്ധം ഉളവാക്കുന്ന മനസ്സ്. നേരെ മറിച്ച് മുൻപിൻ വിചാരം ചെയ്യുന്ന മനസ്സിന് ജഗത്ത് ബ്രഹ്മമയമാണെന്ന് സൂര്യതുല്യം തെളിയുന്നു. ആ മനസ്സ് രാഗദ്വേഷങ്ങൾ ഇല്ലാതെ പ്രസന്നമായി വ്യവഹാരത്തിൽ വർത്തിക്കുന്നു. ഭൂതഭാവി സങ്കല്പങ്ങൾ ഒന്നും ആ മനസ്സിനെ അലട്ടുന്നില്ല. വറുത്ത വിത്തുപോലുള്ള ഈ മനസ്സ് ഉണ്ടെങ്കിലും ഇല്ലാത്ത പോലെ തന്നെ കരുതാം. ഇതാണ് അമനസ്ത അഥവാ മനസ്സില്ലാത്ത സ്ഥിതി. വസിഷ്ഠൻ തുടർന്നു, ലോകത്തുള്ള ഒന്നിലും വാസനാബദ്ധമായ ഭാവം ഉറപ്പിക്കുന്നില്ലെന്നു വന്നാൽ പിന്നെ ഹൃദയാകാശത്തിൽ ചിത്തം എവിടെ നിന്ന് രൂപം കൊള്ളാനാണ്? ഏതെങ്കിലും കാഴ്ചയിൽ ഇത് ഇന്നതാണെന്ന് കണ്ണുമടച്ച് നിശ്ചയിച്ച് ഉറച്ച് രസിക്കാൻ തുടങ്ങിയാൽ അതുതന്നെയാണ് ചിത്താവിർഭാവം. ഇത്രയുള്ളൂ ചിത്തരഹസ്യം. സ്വയം സങ്കല്പം കൊണ്ടൊരു ദൃശ്യത്തെ ഇന്നതാണെന്ന് ഉറപ്പിച്ച് ഭാവന ചെയ്യാതിരിക്കുക. അപ്പോൾ പിന്നെ ആകാശമധ്യം പോലെ നിർമ്മലമായ ഹൃദയത്തിൽ ചിത്തം എങ്ങനെ ഉദയം ചെയ്യും? മുൻപിൻ വിചാരം ചെയ്തുറപ്പിക്കുന്ന സത്യബോധമാണ് ഇതിനാവശ്യം. വാസനാമയമായ പദാർത്ഥ സങ്കല്പങ്ങൾ ഉപേക്ഷിച്ച് പ്രപഞ്ച ദൃശ്യങ്ങൾ ഇല്ലാത്തതാണെന്ന് ഉറപ്പിക്കുക. മുൻപിൻ വിചാരം ചെയ്ത് സർവം ബോധമയമെന്ന് കാണുക. ഇതോടെ ചിത്തം നിരുദ്ധമാകും. ഇതുതന്നെയാണ് ചിത്തമില്ലാത്ത സ്ഥിതി. മുൻപിൻ വിചാരം ചെയ്ത് സർവം ബോധമയമെന്നു കാണുക. ഇതോടെ ചിത്തം നിരുദ്ധമാകും. ഇതുതന്നെയാണ് ചിത്തമില്ലാത്ത സ്ഥിതി. ഉള്ളിൽ വാസനാസങ്കല്പങ്ങളെല്ലാം പരിത്യജിച്ച് ശീതളത അനുഭവിക്കുക. ഇങ്ങനെ ശീതളമായ ചിത്തം സദാ ലോകകാര്യങ്ങളിൽ വ്യാപൃതമായിരുന്നാൽ പോലും ഇല്ലാത്തതാണെന്ന് തന്നെ കരുതാം. പുനർജന്മത്തിന് കാരണമാകുന്ന കട്ടിപിടിച്ച വാസന അവിടെ ഇല്ല. തത്വത്തിൽ ഉറച്ചു നിൽക്കുന്ന ജീവൻ മുക്തന്റെ മനസ്സാണത്. പുനർജന്മത്തിന് കാരണമാകുന്ന കട്ടിപിടിച്ച വാസന അവിടെയില്ല. തത്വത്തിൽ ഉറച്ചു നിൽക്കുന്ന ജീവൻ മുക്തന്റെ മനസ്സാണത്. മൺപാത്രത്തിൽ രൂപം നൽകുന്ന ചക്രം കുശവൻ കൈവിട്ടാൽ പോലും വീണ്ടും കുറേ നേരം കൂടി കറങ്ങും. അതുപോലെ പ്രാരബ്ധക്ഷയത്തിനു വേണ്ടി മാത്രം വറുത്ത വിത്ത് പോലെ ആ മനസ്സ് കുറച്ചുനാൾ കൂടി ചലിക്കുന്നു. അത്രയുള്ളൂ. അത് പുനർജന്മവാസന സഞ്ചയിക്കുന്നില്ല. ലോകകാര്യങ്ങളിൽ നിന്നും പ്രത്യേക രസമൊന്നും അത് അനുഭവിക്കുന്നുമില്ല. അറിവിൻ്റെ മറുകര കണ്ട മഹാന്മാരുടെ അത്തരം ചിത്തം ശരിക്കും സത്യസ്വരൂപം പ്രാപിച്ച ചിത്തമാണ്. അത്തരം ജ്ഞാനികളെ ചിത്തമില്ലാത്തവരെന്നു തന്നെ പറയാം. ദേഹം വിട്ടാൽ ചിതാകാശ രൂപികളായി ഭവിക്കുന്നു. രാമ, ചിത്തത്തിന് വിത്തുകൾ രണ്ടാണെന്ന് നാം മുൻപ് വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പ്രാണസ്പന്ദനവും വാസനയും ഇവയിൽ ഒന്നടങ്ങിയാൽ മറ്റേതും അടങ്ങിക്കൊള്ളും. ഒരിക്കൽ കൂടി വായിക്കാം. ചിത്തത്തിന് വിത്തുകൾ രണ്ടാണെന്ന് നാം മുൻപ് വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പ്രാണസ്പന്ദനവും വാസനയും ഇവയിൽ ഒന്നടങ്ങിയാൽ മറ്റേതും അടങ്ങിക്കൊള്ളും. 238 പദ്യം. വാസനാവശതഃ പ്രാണസ്പന്ദസ്തേന ച വാസന ജായത്തെ ചിത്തബീജസ്യ തേന ബീജാംകുരക്രമഃ. വാസന പ്രാണനെ സ്പന്ദിപ്പിക്കുന്നു. പ്രാണസ്പന്ദനം
വാസനയെ ഉണ്ടാക്കുന്നു. വിത്തും വൃക്ഷവും പോലെയാണ് ഇവയുടെ പ്രവർത്തനം. വിത്ത് വൃക്ഷത്തെ ഉണ്ടാക്കുന്നു, വൃക്ഷം വിത്തിനെ ഉണ്ടാക്കുന്നു. അതുപോലെ ചിത്തബീജങ്ങളായ ഈ പ്രാണസ്പന്ദന വാസനകൾക്ക് രണ്ടിനും പുറമേയുള്ള കാരണം അറിയപ്പെടുന്ന വിഷയമാണ്. ഈ പ്രാണസ്പന്ദന വാസനകൾക്ക് രണ്ടിനും പുറമേയുള്ള കാരണം അറിയപ്പെടുന്ന വിഷയമാണ്. ഈ കാര്യകാരണക്രമമൊക്കെ പരസ്പരബദ്ധമായി വർത്തിക്കുന്നു എന്ന് കാണേണ്ടതാണ്. സത്യബോധം നേടി പുറമേ അങ്ങനെയൊരു വിഷയമില്ലെന്നുറപ്പാക്കി ദൃശ്യത്തെ ഉപേക്ഷിക്കാമെങ്കിൽ പ്രാണസ്പന്ദനവും വാസനയും വേരോടെ പിഴുതെറിയപ്പെടും. വേര് മുറിച്ചാൽ വൃക്ഷം വീഴുന്നത് പോലെ. ഈ ദൃശ്യത്തിന് കാരണം എന്താണ്? ദൃഗ്രൂപമായ ബോധം. എങ്ങനെ അറിയാം? ദൃഗ്രൂപമായ ബോധമില്ലയോ ദൃശ്യമില്ല. എണ്ണയില്ലാത്ത എള്ള് ഇല്ലാതിരിക്കുന്നത് പോലെ. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.